നമ്മളിപ്പോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ഇവിടുന്ന് വർക്കല ശിവഗിരിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്ന് ഗുരുവായൂർ യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത്. ആലപ്പുഴ വഴിയുള്ള ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ ഗുരുവായൂരിന് ട്രിവാൻഡ്രം വരെ ഓടുന്ന ഒരു ഇന്റർസിറ്റി ട്രെയിൻ ആണ്. ആക്ച്വലി നമുക്ക് ട്രിവാൻഡ്രം പോകാനായിട്ട് മോർണിംഗിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. കോട്ടയം വഴി പോകാനുള്ളവർക്ക് വഞ്ചിനാട് എക്സ്പ്രസും ആലപ്പുഴ വഴി പോകാനുള്ളവർക്ക് ഇന്റർസിറ്റി എക്സ്പ്രസും ആണ് ഉള്ളത്. വഞ്ചിനാട് എറണാകുളത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്റർസിറ്റി ഗുരുവായൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വഞ്ചിനാട് നമുക്ക് കോട്ടയം വഴിയാണ് പോകുന്നത്, ഇന്റർസിറ്റി ആണെങ്കിൽ ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആലപ്പുഴ വഴിയുള്ളവർക്കും കോട്ടയം വഴിയുള്ളവർക്കുമായിട്ടുള്ള 2 ബെസ്റ്റ് ട്രെയിനാണ് വഞ്ചിനാണ് ഇന്റർസിറ്റി വരുന്നത്. പിന്നെ ഇന്റർസിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. എത്രത്തോളം അടിപൊളിയാണ് നമുക്ക് അതിൽ കയറി നോക്കാം. അതേപോലെ തന്നെ നമ്മൾ വഞ്ചിനാട് എക്സ്പ്രസിന്റെ എറണാകുളം ട്രിവാൻഡ്രം വരെയുള്ള ട്രാവൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കിടപ്പുണ്ടാവും, ചെങ്ങോട്ട് ചെയ്തേക്കണേ. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ സ്റ്റേഷനിൽ ബ്രിഡ്ജിൽ കയറി നിൽക്കുകയാണ്. വേറെ ട്രെയിനിൽ നോക്കുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ് കാണിക്കുന്നത്. ഇപ്പം അങ്കമാലി കാലടി എന്തായാലും കഴിഞ്ഞു, അനൗൺസ്മെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളവർക്കെല്ലാം നോക്കാം. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ആകുമായിരിക്കും. ഇപ്പം 5 മണി ആവുന്നതേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ എടപ്പള്ളി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പ്ലാറ്റ്ഫോമിൽ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3 തന്നെയാണ് ഇന്റർസിറ്റി വരുന്നത്. നമ്മളിപ്പം പ്ലാറ്റ്ഫോം നമ്പർ 3 ഇറങ്ങിയേക്കാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിനകത്ത് കയറി നമുക്ക് അങ്ങനെ ഭാഗ്യത്തിൻ്റെ സൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച് വരുന്നത്. ജനുവരിയിൽ കുറച്ച് ട്രെയിനുകൾ LHB ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇന്റർസിറ്റിയും LHB ആക്കിയിട്ടുണ്ടായിരുന്നു. ഹാപ്പി എനിക്ക് LHB കോച്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ മൂവ് ആയി തുടങ്ങിട്ടോ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എറണാകുളത്തോളം ആലപ്പുഴ വഴി വർക്കല ശിവഗിരിക്ക് പോകാനായിട്ട് ഒരാൾക്ക് 75 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇന്റർസിറ്റിക്ക് ഗുരുവായൂർ വിട്ട് കഴിഞ്ഞുള്ള സ്റ്റോപ്പ് വരുന്നത് തൃശ്ശൂർ പൊൻകുന്നം, തൃശ്ശൂർ, ഇരിഞ്ഞാലിക്കുട, ചാലക്കുടി, അങ്കമാലി കാലടി, ആലുവ, എറണാകുളം ജംഗ്ഷൻ, തുറവൂർ, ചേർത്തല, മാരാരിക്കുളം, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം ജംഗ്ഷൻ, കരുനാഗപ്പള്ളി, മുണ്ടൂത്തുരുത്ത്, കൊല്ലം ജംഗ്ഷൻ, മയ്യനാട്, പറവൂർ, വർക്കല ശിവഗിരി, അതിനുശേഷം ട്രിവാൻഡ്രം പേട്ട, പിന്നെ ട്രിവാൻഡ്രം സെൻട്രലാണ് സ്റ്റോപ്പ് വരുന്നത്. ഡെയിലി ട്രാവലിങ്ങിനും ജോലിക്കൊക്കെ ജോബ് ആവശ്യങ്ങൾക്കായിട്ട് ഡെയിലി ട്രാവൽ ചെയ്യേണ്ടവർക്കും ഒക്കെ പറ്റിയൊരു ട്രെയിനാണ് ഇതും. നമ്മുടെ വഞ്ചിനാടും അങ്ങനത്തെ ഒരു ട്രെയിനാണ്. അതേപോലെ തന്നെ ഈ ട്രാവൽ ചെയ്തുകൊണ്ട് ജോബ് ചെയ്യുന്നവർക്ക് ഡെയിലി പോയി വരുന്നവർക്ക് പറ്റിയൊരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രെയിൻ. ഞാൻ കൂടുതലും കോട്ടയം വഴിയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ വഴി ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല എന്നല്ല, ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഈ ഒരു റൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള റൂട്ടും കൂടെയാണ്. എറണാകുളം വിട്ടതിന് ശേഷം ഈ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായ തുറവൂർ എത്തിയേക്കാണ് നമ്മൾ. ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റേഷൻ. തുറവൂർ സ്റ്റേഷനിൽ 1 മിനിറ്റ് ഹോൾട്ടാണ് വരുന്നത്. നമ്മുടെ ട്രെയിൻ ഒരു 8 മിനിറ്റ് ലേറ്റോടുകൂടിയാണ് ഓടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചേർത്തലയാണ്. കറക്റ്റ് 1 മിനിറ്റ് ആയപ്പോഴത്തേക്കും ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിത് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ആവാറായേ. അങ്ങനെ നമ്മളിത് നമ്മുടെ സെക്കൻഡ് ഹോൾട്ടായ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിനപ്പുറത്തെ ട്രാക്കിൽ ഏതോ ഒരു ട്രെയിൻ കിടപ്പുണ്ട്, ഏതാണ് കാണുന്നില്ല. ഇവിടെയും 1 മിനിറ്റത്തെ ഹോൾട്ടാണ് വരുന്നത്. എറണാകുളത്ത് 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നു. 5:15 വരെ 5:20 വിടുക, അങ്ങനെയായിരുന്നു. ഇവിടെ 1 മിനിറ്റത്തെ ഹോൾട്ടാണ്. പക്ഷെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് പേര് ഓടുന്നത് കണ്ട് കിട്ടിയാൽ മതിയായിരുന്നു. മെയിൻ ട്രെയിൻ കിട്ടിയാൽ മതിയായിരുന്നു. ട്രെയിൻ ആണെങ്കിൽ ഒരുപാട് പേര് ഓടുന്നിട്ടുണ്ടായിരുന്നു. വലിയ ഹോൺ അടിച്ചു. ഇപ്പം ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കും. ഇത് നമ്മൾ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുണ്ട്. ഇവിടെയും അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കയറാനായിട്ടും ഇറങ്ങാനായിട്ടും അത്യാവശ്യം തിരക്കുകളിലൊക്കെ തിരക്കുണ്ട്. നമ്മുടെ ട്രെയിൻ 5 മിനിറ്റായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ഏതോ ഒരു ട്രെയിൻ വരാൻ അതെ അപ്പുറത്തെ ട്രെയിൻ എന്തോ വരുന്നുണ്ട് തോന്നുന്നു. അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടേക്കായിരുന്നേ. ഏതാ ട്രെയിൻ നോക്കാം. ഓ, ധർമ്മപാത ആലപ്പുഴ എക്സ്പ്രസ് ആണ് എൻ്റെ പൊന്നെ. ഇവിടുന്ന് ആലപ്പുഴ നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഫോണുണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. ഇതിൽ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ അപ്പുറത്ത് എപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കാൻ
ചാൻസ് ഉണ്ട്. ഇപ്പം എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ട്രെയിനിലെ എടുത്തു. പണിയുണ്ടോ? ആലപ്പുഴ സ്റ്റേഷനിൽ മുമ്പായിട്ട് നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തു ഗൈസ്. ഇതോ ലൈറ്റ് ഹൗസ്. കടലുണ്ട്, പക്ഷെ കാണാൻ പറ്റൂല ഗൈസ്. കടൽ കാണാൻ പറ്റില്ല. ഇതുണ്ടാ. അങ്ങനെ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. ഇവിടെ പണി നടക്കുകയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ. പകുതി പണിയോളം കഴിഞ്ഞു, പകുതി മുക്കാലും കഴിഞ്ഞു. ഫ്രണ്ട് ഭാഗം എന്തൊക്കെയേ ഉള്ളൂ. വെള്ളം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. കായംകുളത്തിന് ശേഷം ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയാണ്. ഇപ്പോൾ സമയം 8 മണിയായി, 8:02 നമ്മളിത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2 റെയിൽവേ സ്റ്റേഷനും കൂടെ കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്മുടെ വർക്കല ശിവഗിരിയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. നമുക്ക് കൊല്ലത്തിൽ 5 മിനിറ്റത്തെ സ്റ്റോപ്പുണ്ട്. ഇതുവരെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തില്ല. ഇപ്പോൾ എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഇന്റർസിറ്റി എടുത്തു. ശബരിയുടെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. അടുത്ത സ്റ്റേഷൻ ഇപ്പോൾ ശിവഗിരിയാണ്. ഇത് അതിന് മുമ്പായിട്ട് ഞാനിപ്പം വർക്കലയിലെത്തി. വർക്കല റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ അത്യാവശ്യം പണി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ഇൻറ്റർസിറ്റി മീൻസ് ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻറ്റർസിറ്റി ആക്ച്വലി അടിപൊളി ട്രെയിനാണ്. LHB കോച്ച് കൂടെ ആക്കിയപ്പോഴത്തേക്കും നല്ല കിട്ടിലും ട്രെയിനാണ്. നല്ല വൃത്തി ഉണ്ടായിരുന്നു. ട്രെയിനിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാഷ്റൂം ഞാൻ പോയി നോക്കിയിരുന്നില്ല, പക്ഷെ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രെയിനാണ്. പിന്നെ ഈ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻറ്റർസിറ്റി ഡെയിലി വർക്കിംഗ് ആയിട്ടുള്ളവർക്കും അതേപോലെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു ട്രെയിനാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വർക്കല വരാനോ ട്രിവാൻഡ്രം പോകാനോ അല്ലെങ്കിൽ കൊല്ലം കായംകുളമൊക്കെ പോകാനോ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ട്രെയിനാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു.